പശു ഫാം തുടങ്ങാൻ ജോലി ഉപേക്ഷിച്ച സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പെരുവഴിയിലായി. ഒരു വർഷം മുൻപ് തുടങ്ങിയ ഫാമിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി കിട്ടിയില്ല. അതാണ് പ്രശ്നമായത്. വിനോദ് ഈ നടത്തം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒരു IT കമ്പനിയിൽ വലിയ ചുമതലയിലിരുന്ന ആളാണ് വിനോദ്. ആ സുരക്ഷിത ജോലി ഉപേക്ഷിച്ച് നാട്ടിലൊരു പശുഫാം തുടങ്ങി. പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു യൂണിറ്റായിരുന്നു മനസ്സിൽ. പക്ഷേ അതിനൊരു പ്രശ്നം. പൊല്യൂഷൻ കൺട്രോളിൻ്റെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ സ്കീമുകളിൽ ചേരാനും അതിൻ്റെ ക്രെഡിറ്റുകൾ യൂസ് ചെയ്യാനും ഇത് നിർബന്ധമാണ്. ഒരു 4 വർഷമെങ്കിലും ഇത് റൺ ചെയ്യുമ്പോഴാണ് ഞാൻ ഇറക്കിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് റണ്ണിങ് കോസ്റ്റായിട്ട് പോവുക. അറ്റ്ലീസ്റ്റ് റണ്ണിങ് കോസ്റ്റെങ്കിലും ഒരു 4 വർഷത്തേക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബയോഗ്യാസ് ഇല്ലാതെ യൂണിറ്റിന് അനുമതി നൽകാനാകില്ലെന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത്. ബോർഡിന് മുന്നിൽ കൂടുതൽ ഗുണപ്രദമാകുന്ന മറ്റൊരു മാർഗം മുന്നോട്ട് വെച്ചു. ചാണകം ആവശ്യമാണ്, അതുകൊണ്ട് എനിക്ക് ബയോഗ്യാസ് ഒരു ഓപ്ഷനേ അല്ല. പക്ഷേ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഇതിൽ ബയോഗ്യാസ് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ചാണകം എങ്ങനെ പ്രായോഗികമായിട്ട് മലിനീകരണം ഇല്ലാതെ സംസ്കരിച്ചെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ, അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഞാൻ തെളിയിച്ചു കൊടുത്തു. അങ്ങനെ ചാണകത്തിൻ്റെ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തു. എന്നിട്ട് മൂത്രത്തിൻ്റെ കാര്യം അവർ ഈ വേസ്റ്റ് വെള്ളം മൂത്രവും നമ്മളെങ്ങനെ സംസ്കരിക്കുന്നു എന്നുള്ളതും തെളിയിച്ചു തരാൻ പറഞ്ഞു, ഈ ബയോഗ്യാസ് ഇല്ലെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇതിനെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഒരു 6 അടി കുഴിയിൽ റിങ് ഇറക്കിയിട്ട് താഴത്ത് 3 ലെയർ ജെല്ലിയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു തുള്ളി പോലും വേസ്റ്റ് ഇല്ലാതെ പ്ലംബ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോയിട്ട് അത് നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കി ഇവിടത്തുള്ള ഈ തെങ്ങും തോട്ടത്തിൽ തന്നെ അതിനെ പമ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സ്ലറി സംവിധാനം ഞാൻ അതിനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ബയോഗ്യാസിന് പകരം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എനിക്കിത് സംസ്കരിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ അവർക്ക് ഒരു ടെസ്റ്റിമോണിയലായിട്ട് തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കാണുന്ന ചിലർക്കെങ്കിലും സംശയം തോന്നും, ഇപ്പോൾ ഫാമിൽ പശുക്കളുണ്ടല്ലോ, പിന്നെന്തിനാ വേറെ അനുമതിയെന്ന്. 1 ഏക്കറിനടുത്ത് സ്ഥലം വാങ്ങിയാണ് വിനോദ് ഫാം തുടങ്ങിയത്. 1 കോടിയോടടുപ്പിച്ച തുക ഫാമിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. അതിൽ തന്നെ 40 ലക്ഷം രൂപ ലോൺ എടുത്തതാണ്. പക്ഷേ 20-ൽ കൂടുതൽ പശു വേണമെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി വേണം. അതുണ്ടെങ്കിലേ ഈ ഫാം ലാഭത്തിലോടൂ. ഇതിനെ ഒരു 250 to 300 ലിറ്റർ കറക്കുന്ന ഒരു യൂണിറ്റാക്കി ഇതിനെ മാറ്റണം. അതിനെ ചുരുങ്ങിയത് 20 പശുക്കളെങ്കിലും കറക്കണം. 20 പശുക്കൾ കറക്കണമെങ്കിൽ 30 പശുക്കളുടെ ഒരു യൂണിറ്റ് ആയിരിക്കണം ഇത്. ഇതിനെ അടുത്ത ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇതിനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു പ്ലാനിലാണ്. അതിനോടുകൂടെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. പാക്കേജിങ്ങിനുള്ളതും പിന്നെ ഇതിനൊരു ബ്രാൻഡാക്കി എടുക്കുക എന്നുള്ളതും ഓൺലൈനിലുള്ള ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും കൂടാതെ പാലല്ലാത്ത പ്രൊഡക്ട്സുകൾ ഇറക്കുക. അതിനാണ് ഈ ചാണകത്തിൻ്റെ ഒരു സംരംഭം കൂടെ ഞാൻ ഇറങ്ങി തിരിച്ചത്. ബയോഗ്യാസ് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.